ഗുഡ് മോർണിംഗ്. ഞങ്ങളൊരു യാത്ര പോവാട്ടോ. നീ ഇപ്പം ബേസിലും കാണിച്ചിട്ട് ഇതാണ് ഞങ്ങളുടെ സാരഥി. ഞങ്ങളെ വഴിയിൽ ഡ്രോപ്പ് ചെയ്യും. ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള ക്രൂ മെമ്പേഴ്സ് ഊന്നുകല്ലെത്തും. ബാക്കി വിശേഷം അന്നേരം. ഹായ്. അങ്ങനെ നമ്മുടെ വണ്ടി എത്തി. നമ്മൾ വണ്ടിയിൽ കയറി. ഇന്ന് പോയേക്കാം. ഇന്നത്തെ നമ്മുടെ യാത്ര മൂന്നാറിലാണ് കേട്ടോ. ഈ കിടക്കുന്ന ട്രാവലറിനാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ കൂടെ ഉള്ളവരെന്ന് പറഞ്ഞാൽ ചേട്ടയുടെ കുറച്ച് ഫ്രണ്ട്സാണ്, കണ്ണൂരുകാരാണ്. അപ്പോൾ അവരിങ്ങനെ മൂന്നാറിന് വരുന്നുണ്ട്, നമ്മളോട് ജോയിൻ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ അവരുടെ കൂടെ കൂടിയതാണ്. ഇപ്പം നമ്മൾ നിൽക്കുന്ന അടിമാലിയിലാണ്. അവർ ഇന്നലെ രാത്രി പുറപ്പെട്ടതല്ലേ. അപ്പോൾ നമ്മൾ ഫ്രഷപ്പിനായിട്ട് അടിമാലിയിൽ ഒരിടത്ത് ഇറങ്ങി. അടിമാലി ടൗണിൽ തന്നെയാണ്, അത്യാവശ്യം നല്ല സ്ഥലമാണ്. അപ്പോൾ അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് നമ്മൾ വീണ്ടും ഇവിടുന്ന് യാത്ര തുടങ്ങുകയാണ്. ഈ വരുന്നതാണ് നമ്മുടെ ഈ വണ്ടിയുടെ സാരഥി. ഒന്ന് നോക്കി വെച്ചോ, കഥയുണ്ട്, പിന്നെ വരാം. കുറച്ചിങ്ങ് പോന്നു കഴിഞ്ഞപ്പോൾ നല്ലൊരു പ്ലേസ് കണ്ടു. അപ്പോൾ കുറച്ച് ഫോട്ടോസ് എടുക്കാനായിട്ട് അവിടെ നിർത്തി. അവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ പിള്ളേർക്ക് അവിടുന്ന് കുറച്ച് സ്നാക്സൊക്കെ വാങ്ങി. ആ ഷോപ്പിൽ നല്ല ഉപ്പിലിട്ടതൊക്കെ കിട്ടുമായിരുന്നു. അതൊക്കെ കുറച്ച് വാങ്ങി വണ്ടിയിൽ വെച്ചു. പ്രത്യേകിച്ചൊന്നുമില്ല, കുറച്ച് തേയിലക്കാടുകൾ കണ്ടു കഴിഞ്ഞപ്പോൾ ഒന്ന് ഫോട്ടോ എടുക്കണമെന്ന് തോന്നി നിർത്തിയതാണ്. എന്നാൽ നമുക്ക് പോയേക്കാം. നമ്മൾ വണ്ടിയിൽ അടിച്ചു പൊളിച്ചിങ്ങ് പോരുമ്പോഴേ ടോപ്പ് സ്റ്റേഷനിലേക്കുള്ള വഴിക്ക് മൂന്നാർ കഴിഞ്ഞ് നമ്മളൊരു ഫോട്ടോ എടുക്കാനായിട്ട് നിർത്തുന്ന ഒരു ഏരിയയിൽ കുറച്ച് കടകളൊക്കെ ആയിട്ട് അവിടെ നിർത്തിയേക്കാമെന്ന് വിചാരിച്ചപ്പോൾ എന്തോ ഭയങ്കര ബ്ലോക്ക്. അപ്പോൾ നോക്കിയപ്പോഴാണ് കണ്ടത് അവിടെ കുറച്ച് പേര് തമ്മിൽ കയ്യാങ്ങി കിടക്കുകയാണ്, ഓടിച്ചിട്ട് തല്ലുന്നുണ്ട്. അതങ്ങനെ അവിടെ നടന്നു. നമ്മൾ പിന്നെ നമ്മുടെ യാത്ര ചില്ലായിട്ട് തന്നെ മുന്നോട്ട് പോയി കേട്ടോ. യാത്രയിലെ മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതായിരുന്നു കേട്ടോ. വണ്ടിയിൽ പാട്ട് വെച്ചിട്ട് പിള്ളേരോടൊപ്പം തുള്ളുക എന്നുള്ളത്. പാട്ട് കേട്ടാൽ ഡാൻസ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഒരു വീക്ക്നെസ്സാണ്.
പിന്നെ നല്ല തണുത്ത കാറ്റ്, നല്ല അടിപൊളി ക്ലൈമറ്റും നല്ല സീനറി എന്നല്ല ശരിക്കും പറയേണ്ടത്, നല്ല ഗ്രീനറി. അങ്ങനെ യാത്ര മനോഹരമാക്കിയത്, ഏറ്റവും മനോഹരമാക്കിയത് അതായിരുന്നു. പിന്നെ ചേട്ടയുടെ ഫ്രണ്ട്സ് അവരെല്ലാവരും ഒരുപാട് നാളുകൾ കൂടി കാണുന്നതാണ്. അപ്പോൾ അവരുടെ കൂടെ ഒരു ദിവസം സ്പെൻഡ് ചെയ്യാൻ കിട്ടിയ അവസരമാണ്. ഓഫീസിൽ വിളിച്ച് പറഞ്ഞ് ഒരു ദിവസം ലീവ് എടുത്ത് മുങ്ങിയതാണ്. ലീവ് എത്ര ദിവസം നീളുമെന്നുള്ള അറിയത്തില്ല, യാത്രയുടെ ആ ഒരു വൈബ് പോലെ ഇരിക്കും. അങ്ങനെ നമ്മൾ ഡോഗ് സ്റ്റേഷൻ്റെ അവിടെ വന്നിറങ്ങി. നല്ല തിരക്കുമുണ്ട്, അത്യാവശ്യം ബ്ലോക്കും ഉണ്ട് കേട്ടോ. ഇനി ഇവിടെ നിന്ന് നമ്മൾ അങ്ങോട്ട് നടക്കണം. നമ്മൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങി ടോപ്പ് സ്റ്റേഷനിലേക്ക് നടക്കുന്ന വഴിയാണ്. ഇവിടെ നമ്മുടെ വണ്ടി കടത്തി വിടൂല. അവിടെയുള്ള കുറച്ച് ആളുകളുടെ, അവിടെ താമസിക്കുന്ന ആ ലൊക്കാലിറ്റിയിലുള്ള ആളുകളുടെ വണ്ടി മാത്രമേ ഇതിലെ കടത്തി വിടത്തുള്ളൂ. ഇനി ഇവിടുന്ന് കുറച്ച് നടക്കാനുണ്ട് കേട്ടോ, അത്യാവശ്യം നടക്കാനുണ്ട്. വഴിയുടെ സൈഡിൽ കടയൊക്കെ ഉണ്ട്. ഇപ്പം നമ്മൾ ഏർലി മോർണിംഗ് ആയതുകൊണ്ട് കടയൊക്കെ ഓപ്പൺ ആയിട്ട് വരുന്നതേ ഉള്ളൂ. അങ്ങനെ നമ്മൾ കുറച്ച് മുന്നോട്ട് കടന്നു, കൂടെയുള്ളവർ എത്തുന്നതേ ഉള്ളൂ. നമ്മൾ അവരായിട്ട് വെയിറ്റ് ചെയ്തു. അവർ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർ വന്നപ്പോൾ ഉണ്ടല്ലോ താമസിച്ചതിൻ്റെ കാരണം അവർ ഐസ്ക്രീമൊക്കെ വാങ്ങിച്ച് കഴിച്ചിട്ടാണ് വന്നത്. നമ്മളോട് പറ്റിച്ചു, നമുക്ക് തന്നില്ല. പിന്നെ അതിൻ്റെ കലിപ്പിൽ ഞങ്ങൾ 2 കൂളിംഗ് ഗ്ലാസ്സൊക്കെ വാങ്ങിച്ച് ബബിൾസൊക്കെ വാങ്ങി അങ്ങനെ പോകുന്ന വഴിയാണ്. നൊസ്റ്റാൾജിയാണ് മൊത്തം. കുട്ടിക്കാലത്തേക്ക് തിരിഞ്ഞു നോക്കുന്നു. എവിടെ നോക്കാൻ, നമ്മുടെ കുട്ടിക്കാലത്ത് ഇങ്ങനെ ബബിൾസ് വല്ലതും ഉണ്ടോ? നമ്മൾ മറ്റേ അപ്പയില ഒടിച്ചിട്ട് അതിലിങ്ങനെ അപ്പയുടെ തണ്ടൊടിച്ചിട്ട് അതിലെന്തോ ഒരു കറ പോലെ വരുന്ന അത് ഊതി അങ്ങനെയല്ലായിരുന്നു ബബിൾസ് വിട്ടുകൊണ്ടിരുന്നത്. പിള്ളേർക്കൊക്കെ എന്ത് സുഖമല്ലേ, ഇപ്പോൾ ബോട്ടിലാണ് കിട്ടുന്നത്. പക്ഷെ അതൊക്കെ ഒരു കാലമായിരുന്നു, നല്ല രസമുള്ള കാലം. റോഡ് കഴിഞ്ഞതേ ടോപ്പ് സ്റ്റേഷനിലേക്കുള്ള കവാടമാണ്. ഇനിയിപ്പോൾ ഇവിടെ കടന്നു കഴിഞ്ഞാൽ 2 സൈഡിലും കടകളും നല്ല കൗതുക കാഴ്ചകളുമായിരിക്കും. കടകൾ നമ്മൾ ഭയങ്കരമായിട്ട് ആകർഷിക്കും, അതുപോലുള്ള കടകളായിരിക്കും. പിന്നെ വഴിയിൽ നല്ല കുതിരയുണ്ടാവും കേട്ടോ. കുതിരയുടെ ചവിട്ടൊക്കെ കിട്ടാതെ സൂക്ഷിച്ച് വേണം പോകാൻ. നല്ല തിരക്കുണ്ട് കേട്ടോ. രാവിലെയാന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, അത്യാവശ്യം ആളുകളുണ്ട്. പക്ഷെ അവിടെ നോക്കി അവിടുത്തെ ലക്ഷണം കണ്ടിട്ട് മുഴുവൻ മഞ്ഞാണെന്ന് തോന്നുന്നു. മഞ്ഞാണെങ്കിൽ നമ്മൾ ഇറങ്ങി പോയിട്ട് കാര്യം ഉണ്ടാവില്ല. അങ്ങനെ മേക്കപ്പും ഹെയർ സ്റ്റൈലൊക്കെ സെറ്റ് ചെയ്തിട്ട് നമ്മൾ വയ്യ നടക്കുവാണ്. മഞ്ഞാട്ടോ, മൊത്തം മഞ്ഞ. നീല പറഞ്ഞോടെ വന്നിട്ടില്ല. ജാക്കറ്റൊക്കെ എടുക്കണ്ടായിരുന്നു അല്ലേ? ഞങ്ങൾ ടോപ്പ് സ്റ്റേഷൻ്റെ അവിടെ പോവാട്ടോ. കാണാനായിട്ട് ഇറങ്ങുവാണ്. മഞ്ഞെന്ന് പറഞ്ഞാൽ പോരെ, പുള്ളി മഞ്ഞ്. നമ്മളിങ്ങോട്ട് കയറി കഴിഞ്ഞപ്പോഴേ മൊത്തം കംപ്ലീറ്റ് വേറൊരു ലോകത്തേക്കായ പോലെ. 2 സൈഡിലെ കടകളിലെ സാധനങ്ങളൊക്കെ നമ്മളിങ്ങനെ വളരെയധികം അട്രാക്റ്റ് ചെയ്യുന്നു. നമുക്ക് എന്താ പറയുന്നത്, ഓരോയിടത്തും നമ്മൾ അവിടെ സ്ട്രക്കാക്കി നിൽക്കുന്ന കൂട്ട് കാഴ്ചകളാട്ടോ. ഇങ്ങനെയുള്ള ഫാൻസി ഐറ്റംസും ഇങ്ങനെ എന്താ പറയുക, കീ ചെയിനൊക്കെ ഭയങ്കര വീക്ക്നെസ് ആയതുകൊണ്ടേ ഒരു രക്ഷയില്ല. എന്നാ പറയുക, മനോഹരമായ കാഴ്ച. ഇത് ഭംഗിയാണല്ലേ? ഇവിടെ നിന്ന് ടിക്കറ്റ് എടുത്തിട്ടാണ് കേട്ടോ നമ്മൾ താഴെ വ്യൂ പോയിന്റിലേക്ക് ഇറങ്ങി പോകുന്നത്.
ഭയങ്കര മഞ്ഞാണ്. താഴേന്ന് കയറി വന്നവരെല്ലാം നമ്മളോട് പറഞ്ഞത് ഒന്നും കാണാൻ പറ്റുന്നില്ല, താഴെ മൊത്തം മഞ്ഞാണെന്നാണ്. കണ്ടോ, മൊത്തം മഞ്ഞുകൊണ്ട് മഞ്ഞുകൊണ്ട് മൂടിയേക്കുക. അപ്പോൾ നമ്മൾ താഴേക്ക് ഇറങ്ങി പോയി കഴിഞ്ഞാൽ ഒന്നും കാണാൻ പറ്റില്ല. അതുകൊണ്ട് ഇറങ്ങി പോകണോ വേണ്ടയോ എന്ന് ഞങ്ങളിങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ്. ഒരു കുഞ്ഞിനെ കണ്ടോ, ഒന്നൊന്നല്ല കേട്ടോ, ഒരുപാടുണ്ട്. അങ്ങനെ തിരിച്ചു പോയേക്കാന്ന് ഓർത്ത് നിന്നപ്പോഴാണ് കേട്ടോ ഇവിടെ മറ്റേ കുറച്ച് ബലൂണുകൾ വെച്ചിട്ട് ഷൂട്ട് ചെയ്യുന്നത് കണ്ടത്. അപ്പോൾ പിള്ളേർക്കത് ചെയ്യണം എന്നൊരാഗ്രഹം. അങ്ങനെ നമ്മൾ ഷൂട്ട് ചെയ്യാനായിട്ട് പിള്ളേർ ഓരോരുത്തർ 6 മുത്തോ 8 മുത്തോ എന്തോ കൊടുക്കും. നമ്മളോർത്ത് പെല്ലറ്റോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും ഇത് നമ്മൾ ഷൂട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേനും അതിൽ കൊള്ളും എന്നൊക്കെ നമ്മൾ വിചാരിച്ചത്. പക്ഷെ അല്ല, അവർ എന്തോ ഒരു ചെറിയ എന്താ പറയുന്നത്, എന്തോ ചെടിയുടെ കായാണ് അതിനകത്ത് ഇടുന്നത്. അത് അതിനകത്തു നിന്നൊരു സൗണ്ട് കേൾക്കുമെന്നുള്ള, അല്ലാതെ തെറിച്ച് പോകത്തൊന്നുമില്ല. പിന്നെ പിള്ളേർക്കും ഒരു രസം, അവർക്കും ഒരു രസം, അല്ലാതെ എന്താ പറയുക, അവർ നമ്മളെ പറ്റിച്ചതിൻ്റെ ഒരു രസം അവർക്കും, പിന്നെ ഇത് നമ്മൾ ഷൂട്ട് ചെയ്തല്ലോ എന്നുള്ളൊരു സന്തോഷം നമുക്കും. അങ്ങനെ നമ്മൾ പയ്യെ തിരിച്ചു പോന്നേക്കാന്നുള്ള തീരുമാനത്തിലെത്തി. കാരണം അങ്ങോട്ട് ഇറങ്ങിയിട്ട് കാര്യമില്ല, മുഴുവൻ മഞ്ഞാണെന്ന് പറയുന്നു. മഞ്ഞാണെങ്കിൽ പിന്നെ നമ്മൾ എത്ര ഇറങ്ങിപ്പോയിട്ടും പിള്ളേരെയും കൊണ്ടൊക്കെ ഇറങ്ങി പോകാമെന്ന് പറയുന്നത് നല്ല റിസ്ക്കുള്ള കാര്യമാണല്ലോ. അങ്ങനെ ബബ്ലുവാണ് ഷൂട്ട് ചെയ്യുന്നത്. ബബ്ലുവിൻ്റെ ചിന്തയിൽ ഇപ്പോൾ ബലൂൺ പൊട്ടുന്നതാണ്, പക്ഷെ വെറുതെയാണ്, ചീറ്റിപ്പോയി. തിരിച്ച് ഇവിടെ വന്നപ്പോഴത്തേനും നമ്മുടെ റിയ കൊച്ചിന് തൊപ്പി വേണം. അങ്ങനെ നമ്മളിന്നൊരു തൊപ്പി വാങ്ങിച്ചേക്കാന്ന് ഓർത്ത് തൊപ്പിയെല്ലാം സെലക്ട് ചെയ്ത് നോക്കി കഴിഞ്ഞപ്പോഴേ കടയിൽ ചേച്ചീനെ കാണാനില്ല. പിന്നെ കുറച്ച് നേരം ചേച്ചീനെ അന്വേഷിച്ച് നിന്നു, കുറേ തിരഞ്ഞെടുത്തു കഴിഞ്ഞപ്പോഴത്തേനും റിയ കൊച്ചിന് മാത്രം പോരാ, നമ്മുടെ ആരോമലിനും ഒക്കെ തൊപ്പി വേണം. അങ്ങനെ ആരോമലിനും അമലൂനും തൊപ്പി വാങ്ങിച്ചു. ഇവിടെ ഇതല്ല കേട്ടോ, നല്ല വെറൈറ്റി തൊപ്പികളുണ്ട്. അങ്ങനെ ആ വെറൈറ്റി തൊപ്പിയാണ് വാങ്ങിച്ചത്. കണ്ടോ ആരോമൽ നിൽക്കുന്നത്, കുറുക്കനാണെന്ന് തോന്നുന്നു. അമല് വാങ്ങിച്ചത് ആനക്കുഞ്ഞാണ്. അങ്ങനെ 3 തൊപ്പി വാങ്ങിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു. അങ്ങനെ നമ്മൾ നമ്മുടെ ഫേവറേറ്റ് സാധനത്തിനടുത്തെത്തി, ചോളം പുഴുങ്ങി അതിലേക്ക് ഇച്ചിരി ഉപ്പും മുളകും ആ നാരങ്ങ നീരും കൂടെ തേച്ച് കഴിച്ചാലുണ്ടല്ലോ എൻ്റെ പൊന്ന് സാറേ, ചുറ്റുമുള്ള ഒന്നും കാണാൻ പറ്റില്ല. അങ്ങനെ നമ്മൾ ചോളം പുഴുങ്ങിയതൊക്കെ വാങ്ങിച്ചു കേട്ടോ. പിള്ളേർക്ക് എരിവില്ലാതെ ചോളം മാത്രം കട്ട് ചെയ്ത് നല്ല ചൂടോടുകൂടിയ ചേച്ചി ഇപ്പോൾ ഉണ്ടാക്കിയുള്ളൂ. അപ്പം അങ്ങനെ പിള്ളേർക്ക് കട്ട് ചെയ്ത് വാങ്ങിച്ചു കൊടുത്തു. ഞങ്ങളിത് അടിപൊളി നല്ല സെറ്റായിട്ട് മുളകും തൂത്ത് നാരങ്ങ നീരും കൂടെ ചേർത്ത് കഴിക്കാൻ നല്ല രസമല്ലേ. ഇത് കഴിച്ച് കഴിയുമ്പോഴത്തെ ഒരു ഫീലുണ്ടല്ലോ, ചുണ്ടിൻ്റെ 2 വശവും കൂടെ കഴിച്ച് കഴിയുമ്പോഴത്തേനും ചുണ്ടിൻ്റെ 2 വശവും കൂടെ പുകയാൻ തുടങ്ങില്ലേ. എന്നാലും അത് കഴിച്ച് കഴിഞ്ഞിട്ടല്ലേ എന്ന് ഓർത്തിട്ട് നല്ല അടിപൊളിയായിട്ട് ഞാൻ തന്നെ ആരംഭിച്ചേക്കാം. സൂപ്പറായിരുന്നു. നല്ല ചൂടെന്ന് പറഞ്ഞാൽ നല്ല ചൂടാണേ. ചുണ്ടൊന്നും പൊള്ളി ഞാൻ ആരോടും പറയത്തൊന്നുമില്ല. ഇനി ഇതുവഴിയാണ് നമ്മൾ താഴേക്ക് പോകുന്നത്. എന്താ പറയുന്നത്, ഒരു ട്രക്കിംഗ് പോലെ നമ്മൾ താഴേക്ക് പോകുന്നു. ചോളവും കഴിച്ച് നല്ല സന്തോഷമായിട്ട് നമ്മളിതിൽ ഇറങ്ങിപ്പോകുന്നതിന് വേറൊന്നും ഇല്ല കേട്ടോ. നമ്മുടെ ഡ്രൈവറായിട്ട് നമ്മുടെ വണ്ടി കൊണ്ടിട്ടേക്കുന്നത് ഇവിടെ ഏതോ ഒരു സ്ഥലത്താണ്. അപ്പോൾ അതും തപ്പിയുള്ള യാത്ര, അല്ലെങ്കിൽ നമ്മൾ കിലോമീറ്റേഴ്സ് കറങ്ങി വരണം. അപ്പോൾ താഴെ നിന്നിട്ട് നമ്മുടെ കോ ഡ്രൈവർ അഭിലാഷ് വിളിച്ചു, ഇങ്ങോട്ട് പോരെ, നമ്മുടെ വണ്ടി ഇവിടെ കിടപ്പുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഇറങ്ങിപ്പോണ ഭാഗമാണ്. ശരിക്കും കഴിഞ്ഞ ദിവസം നമ്മൾ ഇടുക്കി ഡാമിൻ്റെ വീഡിയോ ചെയ്തപ്പോൾ അങ്ങോട്ട് ഇറങ്ങിപ്പോയാൽ അത്രയും പാടൊന്നുമില്ല ഇറങ്ങിപ്പോയി. എന്നാലും ഇന്നലത്തെ മഴയത്ത് വെള്ളം ഒഴുകിയതിൻ്റെ ഒരു ചെറിയ ടാസ്ക് ഉണ്ട്. ഞങ്ങൾ പിന്നെ ആ ചോളമൊക്കെ കഴിച്ച് ആസ്വദിച്ച് അങ്ങനെ വയ്യ ഇറങ്ങിപ്പോയി. എൻ്റെ ഹെയർ സ്റ്റൈലിനെ കളിയാക്കുന്നതാണ് കേട്ടോ. എൻ്റെ മുടി കിടക്കുന്നതിൽ ചേട്ടായി പുറകിൽ തന്നെ ട്രോളുന്നതാണ്. അങ്ങനെ നമ്മൾ താഴെ ഒരിടത്ത് ചെന്നു. ഒരാളുടെ വീടിൻ്റെ അകത്തോക്കടെയാണോ ഈശ്വര പോകുന്നതെന്ന് പോലും ചിന്തിക്കുന്ന രീതിയിൽ ആണ് നമ്മൾ ഇറങ്ങിപ്പോയത്. എൻ്റെ സൈഡിൽ കൂടെ ഇറങ്ങിപ്പോയി.
ദാ ഇവിടെ ഒരു പട്ടി കിടക്കുന്നുണ്ട്. അവനെ ശല്യപ്പെടുത്താതെ ഇതിൻ്റെ സൈഡിൽ കൂടെ പോയേക്കാം. അങ്ങനെ നമ്മൾ താഴെ ഇറങ്ങി. ഇത് മുന്നിൽ കാണുന്നതാണ് കേട്ടോ റോഡ്. ഇനി ഇവിടെ എവിടെയെങ്കിലും നമ്മുടെ വണ്ടി ഉണ്ടായിരിക്കാം, നോക്കാം. ആ കണ്ടു ആണ്ട കിടക്കണം, അതാ കിടക്കണം നമ്മുടെ വണ്ടി. അങ്ങനെ എന്നാൽ നമുക്കിനി വണ്ടിയിലേക്ക് കയറിയേക്കാം. ബാക്കി വണ്ടിയിലുള്ള എൻജോയ്മെൻറ്റ് ഇതൊന്നും അത് മാത്രമേ നടക്കുള്ളൂ എന്നാണ് തോന്നുന്നത്. അതുവഴിക്കാണ് ആ ബസ് പോകുന്നത്, അതുവഴിയാണ് റോഡ്. ഇത് നമ്മൾ ഒരു വ്യൂ കണ്ടു കഴിഞ്ഞപ്പോൾ ഫോട്ടോ എടുക്കാൻ നല്ല ആംബിയൻസ് ആണ്. ഇതിനിടയ്ക്കേക്ക് നമുക്ക് ഇറങ്ങി നിൽക്കാൻ പറ്റും. ഇറങ്ങി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റും. പിന്നെ ഇവിടെ ഇറങ്ങി നല്ല തണുത്ത ക്ലൈമറ്റാണ്. ഇതിൻ്റെ അപ്പുറം വശം നല്ലപോലെ മഞ്ഞുണ്ട്. നമ്മളിവിടെ ഇറങ്ങിയപ്പോൾ മഞ്ഞില്ല, അവിടെ ഇറങ്ങി ഫോട്ടോ എടുക്കാൻ നോക്കിയപ്പോൾ മഞ്ഞായതുകൊണ്ട് കുറച്ചുകൂടെ നീക്കി വണ്ടിയിട്ടാണ്. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു ടീ ഷോപ്പ് ഉണ്ട്, ചായയൊക്കെ കുടിച്ചൊന്ന് റിലാക്സ് ചെയ്യാൻ പറ്റിയ ഏരിയ ആണ് കേട്ടോ. ടോപ്പ് സ്റ്റേഷനിൽ പോയിട്ട് നമുക്ക് വ്യൂ ഒന്നും കാണാൻ പറ്റില്ല, നിറയെ കോടയായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടെ ഇവിടെ ഇറങ്ങി ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ഡാൻസൊക്കെ ചെയ്ത് കേട്ടോ പോകുന്നത്. എല്ലാവരുടെ ഉള്ളിലെ കലാകാരന്മാരെയൊക്കെ പുറത്തെടുത്ത് എല്ലാവരും വളരെയധികം എൻജോയ് ചെയ്ത് കേട്ടോ പോകുന്നത്. മാട്ടുപ്പെട്ടി ഡാമിൻ്റെ അവിടെ ബോട്ടിംഗ് സെൻ്ററാണ്. വരുവാണെങ്കിൽ ഞാൻ എവിടെ നമ്മൾ ടിക്കറ്റ് കൗണ്ടർ എന്ന് കാണിച്ചു തരാം. ഇവിടെ നമ്മൾ ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് റേറ്റ് കാണിച്ചു തരാം. അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് ടിക്കറ്റ് റേറ്റ്, അതിൽ തന്നെയാണ് നമ്മൾ ഇറങ്ങിപ്പോകുന്നത്. നമ്മളിപ്പോൾ ടിക്കറ്റ് എടുത്തതെന്ന് പറഞ്ഞാൽ ഈ പാർക്കിലേക്കുള്ള എൻട്രൻസിന് മാത്രമാണ് കേട്ടോ. താഴെ കുറേ റൈഡും കാര്യങ്ങളും എല്ലാം ഉണ്ട്, അഡ്വഞ്ചറസ് ആയിട്ടുള്ള കുറേ റൈഡുകളെല്ലാം ഉണ്ട്. എല്ലാത്തിനും സെപ്പറേറ്റ് ടിക്കറ്റാണ്. സെപ്പറേറ്റ് ടിക്കറ്റ് എടുത്ത് വേണം നമ്മൾ കയറാനായിട്ട്. നമ്മൾ ടോപ്പ് സ്റ്റേഷനിൽ പോയി, അവിടെ നിന്ന് നമുക്കൊന്നും കാണാൻ പറ്റിയില്ല. തിരിച്ച് എക്കോ പോയിന്റിലും നിർത്തിയില്ല. അപ്പോൾ അതുകൊണ്ട് അവിടെ ഒന്നും കണ്ടില്ല. ഫുഡ് കഴിക്കണമെന്നും പറഞ്ഞ് പോകുന്നതാണ്. നമ്മൾ മാട്ടുപ്പെട്ടി ഡാമിനും എക്കോ പോയിന്റിന് ഇടയിലായിട്ടൊരു കുറച്ച് പൈൻമരം എല്ലാം നിൽക്കുന്ന സ്ഥലമുണ്ട്. നമുക്ക് പോകുമ്പോൾ മനസ്സിലാവും. ഉച്ച സമയത്താണെങ്കിൽ അവിടെ ഇഷ്ടംപോലെ വണ്ടികളെല്ലാം നിർത്തിയിട്ടിട്ടുണ്ടായിരിക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ അടിമാലിയിലോ അതിൻ്റെ പരിസര പ്രദേശങ്ങളിലോ എവിടെയെങ്കിലും ഫ്രഷപ്പിന് കയറുന്ന സമയത്ത് ഇവർ ചോദിക്കും, നിങ്ങൾക്ക് ഉച്ചയ്ക്ക് ഫുഡ് വേണോ, ഫുഡ് അറേഞ്ച് ചെയ്ത് തരണമെന്ന്. അങ്ങനെ അവർ അറേഞ്ച് ചെയ്ത് തരുന്നതാണ് അവിടെ ഫുഡ്. ബസ്സൊക്കെ ബുക്ക് ചെയ്ത് വരുന്നവർക്കറിയാം, ഡ്രൈവർമാർ നേരത്തെ പ്ലാൻ ചെയ്യുമ്പോൾ അവർ ബുക്ക് ചെയ്തിട്ടാണ് പോരുക. ഇത്ര പേർക്ക് ഫുഡ് അവിടെ എത്തിക്കണം എന്ന് പറഞ്ഞ് അങ്ങനെ നമുക്ക് ഫുഡ് കിട്ടി. നല്ല ഫുഡായിരുന്നു കേട്ടോ. ബിരിയാണിയും ചോറുമാണ് ഉണ്ടായിരുന്നത്. നല്ല ഫുഡാണ്. അപ്പം ഇനി വരുന്നവരുണ്ടെങ്കിൽ നേരത്തെ ബുക്ക് ചെയ്തിട്ട് വന്നു കഴിഞ്ഞാൽ ഫുഡിനായിട്ട് നമ്മൾ അലഞ്ഞ് നടക്കേണ്ട കാര്യമില്ല. പിന്നെ നമ്മളിവിടെ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഒരു ആന ഉണ്ടായിരുന്നു. ആനയുടെ ചുറ്റിപ്പറ്റി കുറച്ച് ഫോട്ടോസ് എടുത്തു. പിന്നെ അവിടെ ഒരു എക്കോ ഷോപ്പ് ഉണ്ടായിരുന്നു. ആ ഷോപ്പിലൊക്കെ കയറി കുറച്ച് സോപ്പും അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങിച്ചു. അല്ലാതെ പ്രത്യേകിച്ച് അവിടെയൊന്നും കാണാനില്ല. ബോട്ടിങ്ങിനാണെങ്കിൽ ഇറങ്ങണമെങ്കിൽ പോലും നമ്മൾ സെപ്പറേറ്റ്
ടിക്കറ്റ് എടുക്കണം. അമലു അവിടെ വണ്ടിയിൽ കിടന്നുറങ്ങുവാണ്. അതുകൊണ്ട് പിന്നെ ഒരു ഐറ്റത്തിലൊന്നും കയറിയില്ല. ആരോമലിന് തന്നെ പോകാനൊരു ബുദ്ധിമുട്ടായിരുന്നു. മറ്റു പിള്ളേരാണേലും എല്ലാവരും വണ്ടിയിൽ കിടന്ന് ഉറങ്ങിയതുകൊണ്ട് എല്ലാവർക്കും ഉറക്കത്തിൻ്റെ ക്ഷീണമായിരുന്നു. അപ്പോൾ ആരും പ്രത്യേകിച്ച് ഒരു റൈഡിലൊന്നും കയറിയില്ല. അതുകൊണ്ടാണ് കേട്ടോ പിന്നെ അങ്ങോട്ടുള്ളതൊന്നും നമ്മൾ കാണിക്കാത്തത്. ഈ ഒരു ട്രിപ്പെന്ന് പറഞ്ഞാൽ ശരിക്കും ഫ്ലോപ്പായിരുന്നു കേട്ടോ. നമ്മൾ സ്ഥലങ്ങളൊന്നും കണ്ടില്ല, ഒരിടത്തും ഇറങ്ങിയില്ല. എന്തിനേറെ പറയുന്നു, നേര്യമംഗലം കഴിഞ്ഞ് നമ്മളിങ്ങ് പോന്നു കഴിയുമ്പോൾ ചീയപ്പാറ വെള്ളച്ചാട്ടം ഉണ്ടല്ലോ, നമ്മുടെ ഡ്രൈവർ ചേട്ടൻ അവിടെ പോലും ഒന്നും നിർത്തി തന്നില്ല. സാധാരണ ആ വഴിക്ക് ഏതൊരു മനുഷ്യൻ വന്നാലും ആര് വന്നാലും അവിടെ ഒന്ന് നിർത്തി 2 ഫോട്ടോ എടുക്കാതെ പോരുന്നതല്ല. എന്താണേലും നമ്മുടെ വണ്ടി അവിടെ നിർത്തിയില്ല. അതുകൊണ്ട് നമ്മളൊട്ട് ഫോട്ടോയും എടുത്തില്ല. നമ്മൾ ഇടുക്കിക്കാരായതുകൊണ്ടും നമ്മളിതിനു മുമ്പ് വന്നിട്ടുള്ളത് കൊണ്ട് നമ്മൾ ഡാമിലും എക്കോ പോയിന്റിലൊക്കെ പോയിട്ടുള്ളത് കൊണ്ട് സാരമില്ല. പക്ഷെ അവരെ സംബന്ധിച്ച് അവരിത്രയും ദൂരെ നിന്ന് വന്നതുകൊണ്ട് ഒരു ബുദ്ധിമുട്ട്. നമ്മൾ പോയ സമയത്ത് വെക്കേഷൻ ആയിരുന്നതുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു, കട്ട ബ്ലോക്കായിരുന്നു. പിന്നെ നമുക്ക് ബോറടിക്കാതിരുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ വണ്ടിയിൽ എല്ലാവരോടും സംസാരിക്കാനുള്ള ഒരു അവസരമായിരുന്നല്ലോ. ചേട്ടയുടെ കൂടെ ഹോട്ടൽ മാനേജ്മെൻറ്റിന് എറണാകുളത്ത് AMS പഠിച്ച ഫ്രണ്ട്സും അവരുടെ ഫാമിലിയാണ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്. അതിൽ ചേട്ടൻ നാട്ടിലല്ല, ഇസ്രയേലിലാണ്. അപ്പോൾ ചേട്ടൻ നാട്ടിൽ ലീവിന് വന്നിട്ടുണ്ട്. ടൂറിൻ്റെ കോർഡിനേറ്റർ ജോസഫേട്ടന് കുറേ നാളായിട്ട് പുറത്തായിരുന്നു, ഇപ്പം നാട്ടിലുണ്ട്. പിന്നെ വിനോദേട്ടൻ നാട്ടിലുള്ള ആളാണ്. എന്നാലും നമ്മൾ കണ്ണൂർ പോയി എപ്പോഴും അവരെ കാണുന്നില്ലല്ലോ. അപ്പോൾ അവരും അവരുടെ ഫാമിലിയാണ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്. അപ്പോൾ വർഷങ്ങൾക്ക് ശേഷം എല്ലാവർക്കും കൂടി ഒന്ന് കൂടാനും സംസാരിക്കാനും പറ്റിയൊരു അവസരമായിട്ട് നമ്മൾ ബ്ലോക്കിനെയൊക്കെ അങ്ങ് കണക്കാക്കി. പിന്നെ നല്ല തണുപ്പും, പുറത്ത് നല്ല തണുപ്പും നല്ല ക്ലൈമറ്റും ആണല്ലോ. നന്നായിട്ട് നല്ല സീനറിയൊക്കെ കണ്ട് പയ്യെ നമ്മളിങ്ങ് പോന്നു. ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ.